ഇന്ന് ഈ രവിയേട്ടൻ ഇങ്ങനെ ഒരു മത്സരരംഗത്ത് നിൽക്കുമ്പോൾ വലത്തെ സൈഡിൽ നിൽക്കേണ്ട ഒരാൾ ഇന്ന് ചേട്ടൻ്റെ കൂടെ ഇല്ല, കണ്ണേട്ടൻ. നമുക്ക് ഏറ്റവും നല്ലൊരു ശ്രേഷ്ഠനായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരാളായിരുന്നു. ശരിക്കും അതൊരു വല്ലാത്തൊരു മിസ്സിങ് ആണ്. എനിക്കറിയാം, ഞാനത് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ഈ രവിയേട്ടൻ ഇവിടെ വരട്ടെ. ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്, താങ്കളുടെ കണ്ണുകളിൽ ഈർന്നടിഞ്ഞിരിക്കും, സോറി. അപ്പൊ എന്തായാലും വലിയ രീതിയിലുള്ള വലിയ ഭൂരിപക്ഷത്തോടെ താങ്കൾക്ക് ഇവിടെ ജയിക്കാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. എന്താണ് പ്രേക്ഷകരോട്? അങ്ങനെ ചോദിച്ചാൽ പലതും. അനിയൻ പോയി, അമ്മയില്ല, അച്ഛനില്ല. പക്ഷെ ഈ സ്നേഹങ്ങളൊക്കെ ഞാൻ ഇപ്പം നീ ഒരു അനിയൻ്റെ സ്ഥാനത്തായിരിക്കും ഞാൻ നിന്നെ കാണും. ഏതൊരു അമ്മമാരെ കാണുമ്പോൾ ഞാൻ കാലോടാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ പോയി, ആ അമ്മമാർ ഇവിടെയൊക്കെ ഉണ്ട്. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ? ടഫുമാണ്. ബട്ട് ഇഫ് യു ടച്ച് മൈ ഹാർട്ട്, ഈ സോഫ്റ്റ്നെസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അമ്മമാരുള്ള സ്നേഹം. ഇപ്പത്തൊന്നും ഇല്ല. ഇപ്പം ഞാനും മോഹൻലാലും നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട്. മോഹൻലാൽ എന്നോട് പറഞ്ഞു, അണ്ണാ എൻ്റെ ചേട്ടൻ പോയി, അത് കഴിഞ്ഞ് അച്ഛൻ പോയി, അമ്മ പോയി. അതേ ആഴ്ചയിലാണ് അവസാനമായൊരു കണ്ണിയുണ്ടായിരുന്ന കണ്ണനും പോയത്, അണ്ണന്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു പൊസിഷനില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിതത്തിൽ. മോഹൻലാലിനും ആരുമില്ല, രക്തബന്ധം എന്ന് പറയാൻ എനിക്കുമില്ല. നമ്മുടെ കുട്ടികളൊക്കെ അത് വേറെ ഇത്. പക്ഷെ സിബ്ലിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ബ്രദർ, അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ഒറ്റയ്ക്കായിട്ടുള്ളത്. ആ ഒരു ഫീലുണ്ട്. പക്ഷേ ഐ എം എ സോൾജർ, ഐ ഹാവ് ടു ഫൈറ്റ് ഫോർ ദ പബ്ലിക്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ അതിനുള്ള ശക്തി ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ, നമ്മൾ കരയേണ്ടോ ചില സമയത്ത്, അതത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.